ഹലോ ഗൈസ്, വെൽക്കം ടു എയർ ക്വസ്റ്റ്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗോഡ്സില എക്സ് കോങ് മൂവിയിൽ ടിയാമറ്റ് എന്നൊരു ടൈറ്റനെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഇത് കൂടി പോയ ഒരു 10-20 മിനിറ്റ് എന്നെ കാണിച്ചു. അതിനുള്ളിൽ തന്നെ ഗോഡ്സില ഇതിൻ്റെ ചാപ്റ്റർ ക്ലോസ് ആക്കി വിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ടിയാമറ്റ് എന്ന ടൈറ്റൻ ആരാണ്, ഇതിൻ്റെ പവേഴ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് ഗോഡ്സില ഇതിനെ കൊന്നത്, മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. സോ നേരിലോട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു മൊണാർക്കിൻ്റെ ഫയൽസ് പ്രകാരം ഇതിൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ടൈറ്റനസ് ടിയാമറ്റ് എന്നാണ് ഇതിൻ്റെ ഫുൾ പേര്. അപ്പോൾ ഇതിൻ്റെ ഒരു പേര് വന്നിരിക്കുന്നത് ബാബിലോണിയൻ മിത്തോളജിയിൽ നിന്നാണ്. സോ ബാബിലോണിയൻ മിത്തോളജി പ്രകാരം ഈ ദൈവങ്ങളുടെ ദൈവമാണ് ഈ ടിയാമറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ബേസ്ഡ് ആയിട്ടാണ് ടിയാമറ്റ് വന്നത്. ഇത് വന്ന് മിത്തോളജി പ്രകാരം ഇതൊരു ഫീമെയിലാണ്. സോ മോൺസ്റ്റർവേഴ്സിലും ഇത് മോസ്റ്റ്ലി ഒരു ഫീമെയിൽ ടൈറ്റൻ ആവാനാണ് സാധ്യതയുള്ളത്. കൂടാതെ ഒരു മോൺസ്റ്റർവേഴ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും നീളമുള്ള ഒരു ടൈറ്റൻ എന്ന് പറയുന്നത് ഈ ടിയാമറ്റാണ്. ഓക്കെ, ഭയങ്കര നീളമുള്ള ഒരു ടൈറ്റനാണ് ടിയാമറ്റ്. ആൻഡ് അത് മാത്രമല്ല, ഇതൊരു സ്നേക്ക് ബേസ്ഡ് ആയിട്ടുള്ള ടൈറ്റൻ അല്ല. ആക്ച്വലി ഇത് കാണുമ്പോൾ സ്നേക്ക് ബേസ്ഡ് ആയിട്ട് തോന്നിയാൽ ഇത് വന്നൊരു ഈൽ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടൈറ്റൻ എന്നാണ് പറയുന്നത്. കൂടാതെ ഇത് ഒരു ഈൽ എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈലില്ലേ, സോ ആ ഒരു കാറ്റഗറി പറയുന്ന ഇതാണ്. സോ ഇതിനെ കൊണ്ടും ഇലക്ട്രിസിറ്റിയൊക്കെ പ്രൊഡ്യൂസൊക്കെ ചെയ്യാൻ പറ്റും. കൂടാതെ ഈ ഒരു ടിയാമറ്റും ഇതിൻ്റെ ആ ഒരു ഇനത്തിൻ്റെ ലാസ്റ്റത്തെ ഒരു സർവൈവർ എന്നൊക്കെയാണ് പറയണത്. അതുമാത്രമല്ല ഈ ടിയാമറ്റിൻ്റെ ഏജ് എന്ന് പറയുന്നത് നമ്മുടെ ഷീമോൻ്റെ ഒരു ഏജ് ആയിട്ട് വരും എന്നാണ് പറയുന്നത്. അതായത് ഷീമോൻ്റെ കറക്റ്റ് ഏജ് അല്ല, ആൾമോസ്റ്റ് ഷീമോൻ്റെ ഒരു ഏജ് ഇതിനും ഉണ്ടാവും എന്നാണ് പറയുന്നത്. കൂടാതെ ഈ ഒരു ടിയാമറ്റ് വന്നൊരു ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ഒരു ടൈറ്റൻ എന്നാണ് പറയുന്നത്. അതായത് ഇപ്പം മൊണാർക്കിൻ്റെ ആ ഒരു ഇതൊക്കെ പ്രകാരം 2 ടൈപ്പ് ടൈറ്റൻസ് ഉണ്ട്. ഒന്ന് വന്ന് പ്രൊട്ടക്ടർ കാറ്റഗറി ആൻഡ് ഒന്ന് വന്ന് ഈ ഒരു ഡിസ്ട്രോയർ കാറ്റഗറി. സോ പ്രൊട്ടക്ടർ കാറ്റഗറിയിലാണ് നമ്മുടെ ഗോഡ്സില, കോങ്, മോത്രോ അവരൊക്കെ വരുന്നത്. മറിച്ച് ഒരു ഡിസ്ട്രോയർ കാറ്റഗറിയിലാണ് നമ്മുടെ കിങ് ഗിഡോറ, മ്യൂട്ടോ, സ്കാർ കിങ് ആൻഡ് ടിയാമറ്റ്. സോ ടിയാമറ്റും ഒരു ഡിസ്ട്രോയർ കാറ്റഗറി പെടുന്ന ടൈറ്റനാണ്. ഇതും ഒരു ഈവിളായിട്ടുള്ള ടൈറ്റനാണ്. കൂടാതെ ഈ ഒരു ടിയാമറ്റ് വന്ന് അതിൻ്റെ ഇരകളെയൊക്കെ പിടിച്ച് അതിൻ്റെ വീട്ടിൽ കൊണ്ടുപോയാണ് ഈ ടിയാമറ്റ് തിന്നുന്നത്. ഓക്കെ, ഇപ്പോൾ സാധാരണ നമ്മുടെ ഗോഡ്സിലെ കോങ്ങൊക്കെ എടുക്കുകയാണെങ്കിൽ അവർ വന്നൊരു ടൈറ്റനെ കൊന്ന് അവിടെ വെച്ച് തന്നെ അതിനെ തിന്നിട്ടൊക്കെ പോകും. പക്ഷേ ടിയാമറ്റ് അതിനെയും തൂക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി സമാധാനത്തിലിരുന്ന് തിന്നുന്ന ഒരു ടൈറ്റനും കൂടിയാണിത്. കൂടാതെ ഈ ഒരു ടിയാമറ്റ് വന്ന് ആക്ച്വലി നമ്മുടെ കോങ്ങിൻ്റെ ഒരു സ്പീഷീസിൽ പെട്ട ഒരു ഏപ്സിനെ കൊന്നിട്ടുണ്ട്. കോമിക്സിൽ അത് കാണിക്കുന്നുണ്ട്. സോ അപ്പോൾ അത്രത്തോളം കൊടൂരനും അതേപോലെ തന്നെ ഒരു ഡേഞ്ചറസുമായിട്ടുള്ളൊരു ടൈറ്റൻ തന്നെയാണ് ടിയാമറ്റ്. ടിയാമറ്റ് വന്ന് ഇതുവരെയായിട്ട് സർഫേസ് എത്തിലുള്ളതായിട്ടേ കാണിച്ചിട്ടുള്ളൂ. ഇത് ഹോളോ എർത്തിൽ പോകാനായിട്ട് കാണിച്ചിട്ടില്ല. അതെന്തെന്ന് അറിഞ്ഞൂടാ. കൂടാതെ ഈ ടിയാമറ്റ് വന്ന് അതിൻ്റെ ഒരു ടെറിട്ടോറി ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി ഇത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചേക്കും. സോ ആ ഒരു ടെറിട്ടോറിയിലോട്ട് ഏതെങ്കിലും ഒരു ടൈറ്റൻ വരികയാണെങ്കിൽ ഈ ടിയാമറ്റ് ഒന്നും നോക്കില്ല, ഓടിച്ച് തന്നെ അറ്റാക്ക് ചെയ്യും. ഈവൻ ഗോഡ്സിലായിരുന്നാൽ കൂടെ പോയി അറ്റാക്ക് ചെയ്യും. സോ അങ്ങനെയുള്ളൊരു ടൈറ്റനാണ് ടിയാമറ്റ്. അത് തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പം ഗോഡ്സില ഡൊമിനിയൻ എന്നൊക്കെ ഒരു കോമിക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഈ ടിയാമറ്റും ഗോഡ്സിലയും തമ്മിലൊക്കെ ഫൈറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഗോഡ്സിലേക്ക് തന്നെ ഈ ടിയാമറ്റ് നല്ല ടഫ് കൊടുക്കുന്നുണ്ട്. സോ അത്യാവശ്യം ഈ ടിയാമറ്റ് പവർഫുള്ളാണ്. ബട്ട് ഗോഡ്സില ജയിക്കാൻ പറ്റില്ല. കാരണം ഗോഡ്സിലേക്ക് നല്ല ടഫ് കൊടുത്തെങ്കിൽ പിന്നീട് ഗോഡ്സില ഇതിനെ തൂക്കിയെടുത്ത് കരയിൽ കൊണ്ടുപോകും. കാരണം കരയിൽ ഇത് കുറച്ച് വീക്കാണ്. അവിടെ വെച്ച് ഗോഡ്സില ഇതിനെ വാണിംഗ് കൊടുത്തു വരും. ഗോഡ്സില വിജയിച്ചെങ്കിൽ അപ്പം കൊല്ലാണ്, പക്ഷേ വാണിംഗ് കൊടുത്തു വരും. ഇനി നീ ഒരിക്കലും എൻ്റെ കണ്ണിന് മുമ്പിൽ പെട്ടുപോലെ എന്ന് പറഞ്ഞ് ഗോഡ്സില ഒരു വാണിംഗ് കൊടുത്ത് വിടുന്നുണ്ട്. ബട്ട് ടിയാമറ്റ് വാണിംഗ് കേട്ടില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇനി നമ്മുടെ മൂവിയിലോട്ട് വരികയാണെങ്കിൽ എന്തിന് ഗോഡ്സില കൊണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഗോഡ്സിലേക്ക് വന്ന് ടിയാമറ്റിനെ കൊല്ലണം എന്നൊരു ടാർഗറ്റ് ഇല്ല. അല്ലെങ്കിൽ കൊല്ലണമെങ്കിൽ അത് നേരത്തെ കൊല്ലണം ഗോഡ്സിലേക്ക്. കാരണം അപ്പം ഗോഡ്സില വാണിംഗ് കൊടുത്താണ് വിട്ടത്. അപ്പോൾ ഈ ഒരു ആർട്ടിക് ഓപ്ഷനിൽ വന്ന് ഒരു ഐസ്ബർഗിലാണെങ്കിൽ ഒരുപാട് റേഡിയേഷൻ അടങ്ങിയിട്ടുണ്ട്. ആ പിങ്ക് കളർ റേഡിയേഷനില്ലേ, സോ അതൊക്കെ ടിയാമറ്റ് അബ്സോർവ് ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു. സോ അപ്പം ആ റേഡിയേഷൻ എടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ ഗോഡ്സില അങ്ങോട്ട് വന്നത്. കാരണം ഗോഡ്സിലേക്ക് ആ റേഡിയേഷൻ ആവശ്യമാണല്ലോ. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ടിയാമറ്റ് അതിൻ്റെ ടെറിട്ടോറി നോക്കുന്ന ടൈറ്റനാണ്. അങ്ങോട്ട് ഏത് ടൈറ്റൻ വന്നാൽ ഇത് പോയി അറ്റാക്ക് ചെയ്യും. സോ ഗോഡ്സിലെ കണ്ടപ്പം ഇത് നേരെ ഗോഡ്സിൽ പോയി അറ്റാക്ക് ചെയ്യും. സോ അങ്ങനെ ഗോഡ്സിലേക്ക് ഇത് ആൾമോസ്റ്റ് ഇത്തിരി ടഫ് കൊടുക്കാൻ നോക്കി, പക്ഷേ ഗോഡ്സിലെ വന്ന് അറ്റോമിക് ബ്രീത്ത് കൊടുത്ത് ഇതിനെ ക്ലോസ് ആക്കി വിട്ടിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനെ ഞാൻ ടിയാമറ്റ് മരിച്ചത്. ഓക്കെ, ആവശ്യമില്ലാതെ പോയി അടിവെച്ചാണ് ചത്തത്. അപ്പോൾ ഇതിനെ കൊല്ലണം എന്നുള്ളൊരു ആവശ്യമില്ല, എന്നെ കൊല്ലണ്ടായിരുന്നു, വച്ചിരിക്കാനും വേറെ മൂവീസിലേക്ക് യൂസ് ചെയ്യാനും. ബട്ട് എന്തിനാണ് കൊന്നതെന്ന് അറിഞ്ഞൂടെ. നല്ല ടൈറ്റനായാലും ഫ്യൂച്ചർ മൂവീസിൽ യൂസ് ചെയ്യായിരുന്നു. ബട്ട് എന്ത് ചെയ്യും, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ടിയാമറ്റിൻ്റെ ചാപ്റ്റർ ക്ലോസ്. സോ ഇനി വന്ന് ഇതിൻ്റെ പവേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ശരീരത്തിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ശരീരത്തിൽ നിന്ന് ഒരുപാട് ടെൻറ്റക്കിൾസ് പോലെയൊക്കെ വരും. അതൊക്കെ ഒരു കയറ് പോലെ ആക്ട് ആവും. അത് വെച്ച് ഇങ്ങനെ ഒരു ടൈറ്റനെ പിടിച്ച് കെട്ടിയൊക്കെ വെച്ച് അത് ഭയങ്കര ഷാർപ്പാണ്. അതൊക്കെ വെച്ച് ഇത് കൊല്ലാനൊക്കെ നോക്കുമെന്നാണ് പറയുന്നത്. ആൻഡ് അതുമാത്രമല്ല ഇതിൻ്റെ ദേഹത്ത് നിന്ന് ഒരു വെനം വരുമെന്നാണ് പറയുന്നത്. ഒരു ഫോസ്ഫറസ് ഇങ്ക് വരുമെന്നാണ് പറയുന്നത്. സോ അതൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിഷമാണ്. അപ്പോൾ അതിങ്ങനെ കൊണ്ട ഒരു ടൈറ്റൻ്റെ കാഴ്ച തന്നെ പോകുമെന്നാണ് പറയുന്നത്. ഗോഡ്സില ഇതും തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഫൈറ്റ് സമയത്ത് ഇത് വന്ന് ഈ ഒരു വെനമാണെങ്കിൽ ഗോഡ്സില അതിനായിട്ട് യൂസ് ചെയ്യും. സോ അങ്ങനെ ഗോഡ്സിലേക്ക് കാഴ്ച വരെ പോകുന്നുണ്ട്. സോ അത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് ഇതിൻ്റെ ആ ഒരു വിഷം എന്ന് പറയുന്നത്.
അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഇലക്ട്രിസിറ്റി കാറ്റഗറി പെടുന്ന ഒരു ഈലാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരുപാട് ഇലക്ട്രിസിറ്റി ഇത് പ്രൊഡ്യൂസ് ചെയ്യും. അതും ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും. കാരണം വെള്ളത്തിനുള്ളിൽ ഇലക്ട്രിസിറ്റി വന്നാൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭയങ്കര ഡേഞ്ചർ തന്നെയായിരിക്കും അത്. അതുമാത്രമല്ല ഇത് മിമിക്രി ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഓരോ ടൈറ്റൻസിനെ പോലെയൊക്കെ മിമിക്രി ഒക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. അതുമാത്രമല്ല എൻ്റെ ശരീരത്തിന് ഒരുപാട് ലൈറ്റ് പോലെയൊക്കെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത്. ലൈറ്റൊക്കെ വരുമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ നല്ല റേജ് ഉണ്ട്. ഇതിൻ്റെ റേജൊക്കെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. ഈവൻ അക്വാമാനെ കൊണ്ടുപോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അക്വാമാനെ നിങ്ങൾ ആലോചിക്കും, യെസ് നമ്മുടെ ഈ ഒരു ജസ്റ്റിസ് ലീഗ് വേഴ്സസ് മോൺസ്റ്റേഴ്സ് ഒരു കോമിക്സ് ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ വന്ന് ഈ അക്വാമാനെ കൊണ്ടുപോലും ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ള റേജാണ് ഇതിനുള്ളത്. അതുമാത്രമല്ല ഇതിനെ കൊണ്ട് ആ ഒരു വാട്ടറിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല വാട്ടറിൻ്റെ ഉള്ളിൽ, കടലിൻ്റെ ഉള്ളിൽ ഇത് ഭയങ്കര പവർഫുൾ ആയിരിക്കും. ഇതിനെ തോപ്പിക്കുന്ന കാര്യം കുറച്ച് കഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ വീക്ക്നെസ്സിലോട്ട് വരികയാണെങ്കിൽ ഇതിന് സർഫേസാണ് വീക്ക്നെസ്. കാരണം കടലിൽ നിന്ന് ഇത് വെളിയിൽ വരികയാണെങ്കിൽ ഇത് വീക്കാവുന്ന പറയാം. കാരണം ഇതിൻ്റെ പവേഴ്സൊക്കെ എല്ലാം കടലിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. സോ കടൽ വിട്ടിത് സർഫേസിലോട്ട് വരികയാണെങ്കിൽ ഇത് വീക്കാവുന്നതാണ് പറയുന്നത്. അതുമാത്രമല്ല നമ്മുടെ ഗോഡ്സിലയുടെ ഒരു അറ്റോമിക് ബ്രീത്ത് ഇതിനൊരു വലിയൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ടിയാമറ്റിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആർക്കൊക്കെ ടിയാമറ്റിന് ഇഷ്ടമാണ് എന്ന് ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് പറയാനൊക്കെ. ആൻഡ് എൻ്റെ അഭിപ്രായത്തിൽ മൂവിയിൽ ഇതിനെ കൊല്ലേണ്ട ആവശ്യമില്ലായിരുന്നു, കൊല്ലേണ്ടായിരുന്നു ഫ്യൂച്ചർ മൂവീസിലൊക്കെ യൂസ് ചെയ്യായിരുന്നു. അപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് പറഞ്ഞൊക്കെ. ആൻഡ് കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യം പറ്റാൻ കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.